നമസ്കാരം. നളദമയന്തി കഥയിലെ ദമയന്തിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദമയന്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 2.5. ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഭർത്താവിനെ നമുക്ക് നളൻ എന്ന് വിളിക്കാം. ഈ പേരുകൾ രണ്ടും സാങ്കല്പികമാണ്. എന്താണ് പ്രശ്നമെന്നല്ലേ, ഓരോ തവണ ബന്ധത്തിന് ശ്രമിക്കുമ്പോഴും പെനിട്രേഷന് ശ്രമിക്കുമ്പോൾ പെനീസിൽ വേദന വരുന്നു. അതോടെ ഉദ്ധാരണം നഷ്ടപ്പെടുന്നു, ബന്ധം നടക്കാത്ത അവസ്ഥ. ആദ്യമൊക്കെ വിചാരിച്ചു കല്യാണം കഴിഞ്ഞു അധികം ദിവസമായില്ലല്ലോ, നടക്കുമായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇവർ പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നീണ്ടു പോയി. പിന്നെ ചില സുഹൃത്തുക്കളോടൊക്കെ ഉപദേശം തേടി അവർ പറഞ്ഞതനുസരിച്ച് ചില ക്രീമുകളോ ഓയിൻമെൻറ്റോ ലൂബ്രിക്കൻ്റ് അങ്ങനെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ട് ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു. എന്നിട്ടും നടന്നില്ല. അവസാനം അദ്ദേഹം തീരുമാനിച്ചു, ശക്തമായിട്ട് ഞാനൊന്ന് ശ്രമിച്ചിട്ടേ ഉള്ളൂ കാര്യം. ശക്തമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കി. നല്ല വേദന വന്നു. അതോടെ ഉദ്ധാരണം പോയി. ഈ വേദനയുടെ കാരണം എന്താണെന്നല്ലേ, അതാരും മനസ്സിലാക്കിയിട്ടില്ല. എവിടെയോ ഒരു ആളെ പോയി കണ്ടപ്പോൾ കുറച്ച് മരുന്നുകൾ കൊടുത്തു. പരിശോധനയൊന്നും നടത്തിയിട്ടില്ല. നിങ്ങൾ ഈ മരുന്നുകളൊക്കെ കഴിക്കുക, ബന്ധപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അഷ്വറൻസ് കൊടുത്തു വിട്ടു. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഡോക്ടർ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയപ്പോഴാണ് മനസ്സിലായത് അഗ്രചർമ്മം, ആ അഗ്രചർമ്മത്തിൻ്റെ ഓപ്പണിങ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ചർമ്മം പൂർണ്ണമായിട്ട് പുറകോട്ട് മാറില്ല. അത് മാറുന്ന സമയത്ത് വേദന അനുഭവപ്പെടുന്നു. പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ആ സ്കിന്ന് ശക്തമായിട്ട് പുറകിലോട്ട് വലിയുമ്പോഴാണ് വേദന. ലാസ്റ്റ് ടൈമിൽ ശ്രമിച്ചപ്പോൾ അല്പം മുറിവുണ്ടാവുകയും ചെറിയ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് ശക്തമായ വേദന വന്നത്. ആ വേദനയായിരുന്നു ഉദ്ധാരണം നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിലുള്ള കാരണം. ഈ ഒരു ഫൈമോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണത്. ഈ ഒരു കണ്ടീഷനാണ് ഇവരുടെ ബന്ധം നടക്കാതെ 2.5 വർഷം നീണ്ടുപോകാനുള്ള കാരണം. ഒന്ന്, ഈ വ്യക്തി മറ്റു പല വീഡിയോകളിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അഗ്രചർമ്മത്തെ പുറകോട്ട് മാറ്റി വാഷ് ചെയ്യുന്ന ഒരു രീതിയില്ലായിരുന്നു. അത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ പറഞ്ഞപ്പോൾ മാത്രമാണ് മനസ്സിലായത്. ലൈംഗിക കാര്യങ്ങളിലുള്ള അജ്ഞത ആണ് വലിയൊരു പ്രശ്നം. ഇദ്ദേഹത്തിന് ലൈംഗിക കാര്യങ്ങളിൽ അല്പം അറിവുണ്ടായിരുന്നെങ്കിൽ വിവാഹത്തിന് മുൻപ് തന്നെ ഒരു ഡോക്ടറെ പോയി കണ്ട് ഇതിനുള്ള പരിഹാരം തേടുമായിരുന്നു. അത് അതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഫൈമോസിസ് എന്നുള്ള കണ്ടീഷനാണ്, അഗ്രചർമ്മം മുറിച്ച് കളയണം. സർക്കംസിഷൻ, ഒരു ലഘു ശസ്ത്രക്രിയ, രാവിലെ ചെയ്ത് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകാവുന്ന ഒരു ചെറിയ ശസ്ത്രക്രിയ. അതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു. അതിനുശേഷം വീണ്ടും വന്ന് കാണാൻ പറഞ്ഞു. 1.5 മാസം കഴിഞ്ഞ് വന്നു. പോയി ബന്ധപ്പെട്ട് നോക്കാൻ പറഞ്ഞു. 1.5 മാസത്തിന് ശേഷം പോയി ബന്ധത്തിന് ശ്രമിച്ചപ്പോൾ ആദ്യ തവണ തന്നെ അത് വിജയിക്കുകയുണ്ടായി. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ 2.5 വർഷം കേവലം ഒരു അജ്ഞത മൂലം ലൈംഗിക ബന്ധം സഫലീകരിക്കാതെ മുന്നോട്ട് പോയി. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫൈമോസിസാണ്. അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരുമുണ്ട്. ഇത് 100% പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ്. നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കുക ഇത്തരം പ്രശ്നമുണ്ടെങ്കിൽ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.